ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് സദ്യ അവിയലിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന അവിയൽ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടഞ്ഞാണല്ലോ ഉണ്ടാവുക. എന്നാൽ സദ്യയ്ക്ക് ഇതുപോലെ പീസസ് ഒന്നും ഉടയാതെയും അധികം കുഴഞ്ഞു പോകാതെയും ഇതുപോലെ കുറച്ച് ഡ്രൈ ആയിട്ടാണ് അവിയൽ തയ്യാറാക്കുന്നത്. നമുക്ക് ഈ രീതിയിലുള്ള ഒരു അവിയൽ ഉണ്ടാക്കി നോക്കിയാലോ? അതായത് സദ്യ സ്പെഷ്യൽ അവിയൽ. ഞാൻ റോഷ്നിയാണ് ആൻഡ് യു ആർ വാച്ചിങ് ടിങ്കിൾസ്. അവിയൽ തയ്യാറാക്കാൻ എന്തൊക്കെ പച്ചക്കറികൾ വേണമെന്ന് നമുക്ക് നോക്കാം. ചേന എടുത്തിട്ടുണ്ട്. ഇത് 1/4 കിലോ ചേനയാണ് ഉള്ളത്. നമുക്ക് തൊലിയെല്ലാം ഒന്ന് ചെത്തി പീസാക്കി എടുക്കാം. വെള്ളരിക്ക ഇതിൻ്റെ പകുതിയേ എടുത്തിട്ടുള്ളൂ. പിന്നെ പടവലങ്ങ എടുത്തിട്ടുണ്ട്, വഴുതന, പിന്നെ കത്തിരിക്ക, മുരിങ്ങക്കായ, ഇത് പയറാണ്, പിന്നെ 2 പച്ചമുളകും 2 തൊണ്ടൻമുളകും എടുത്തിട്ടുണ്ട്, അമരയ്ക്ക, ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, 2 പച്ച ഏത്തക്കായും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം നല്ല ഫ്രഷ് കറിവേപ്പിലയാണ്, അതും ആവശ്യത്തിന് എടുത്തു വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് പീസാക്കി എടുക്കാം. അപ്പോൾ അവിയലിന് കുറച്ച് നീളത്തിലുള്ള കഷ്ണങ്ങളാണ് ആക്കുന്നത്. കർക്കിടക വാവിന് സദ്യ തയ്യാറാക്കിയപ്പോഴാണ് ഞാനിത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ചേന ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എല്ലാ വെജിറ്റബിൾസും നമ്മളിതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്ത് എടുക്കുന്നത്. ഇത് വെള്ളരിക്കയാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ വെള്ളരിക്കയുടെ പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത് പച്ച ഏത്തക്കായ, ഇതും ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. പടവലങ്ങ, ഇത് വഴുതനങ്ങ, കത്തിരിക്ക, പിന്നെ പയറ്, ക്യാരറ്റ്, അമരയ്ക്ക ഞാൻ നെടുകയൊന്ന് കീറിയിട്ടുണ്ട്. പിന്നെ മുരിങ്ങക്കായ, അതും ഈ ഒരു നീളത്തിൽ നെടുകയൊന്ന് കീറിയിട്ടുണ്ട്. പിന്നെ മുളക്. ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ചേന കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ആദ്യം ഇട്ട് കൊടുക്കാം. ചേനയ്ക്ക് കുറച്ച് വേവ് കൂടുതലായതുകൊണ്ട് ആദ്യം അതിട്ടിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ബാക്കി വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. നമ്മുടെ വെള്ളരിക്കയിലേക്ക് ധാരാളം വെള്ളമുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടാണ് വെജിറ്റബിൾസ് വെന്ത് വരുന്നത്. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. വെള്ളരിക്ക, ഇനി കത്തിരിക്ക, വഴുതന, അതിട്ട് കൊടുക്കാം. പടവലങ്ങ, ഇനി അമരയ്ക്ക, ക്യാരറ്റ്, അച്ചിങ്ങപ്പയർ. ഇപ്പോൾ അച്ചിങ്ങപ്പയർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അമരയ്ക്ക മാത്രമായാലും ഒരു പ്രശ്നവുമില്ല. ഇനി നമുക്ക് കായ ചേർത്ത് കൊടുക്കാം. പച്ചക്കായയാണ്, അതും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ആവി വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളിതിലേക്ക് മുരിങ്ങക്കായ ഇപ്പോൾ ചേർത്തിട്ടില്ല. വെജിറ്റബിൾസൊക്കെ ഒന്ന് വാടി വന്നിട്ടാണ് മുരിങ്ങക്കായ ചേർക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ അരപ്പൊന്ന് റെഡിയാക്കാം. ഞാനൊരു 4 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്, പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ചേർക്കാനായിട്ടുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അധികം മൂത്ത തേങ്ങയുമല്ല, അതേസമയം ഇളം തേങ്ങയുമല്ല. അപ്പോൾ ഈ ഒരു പരുവത്തിലുള്ള തേങ്ങയാണ് അവിയലിൽ ചേർക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ചിരകിയെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ജീരകം, ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ തേങ്ങ കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഉള്ളിയും ജീരകവും
പച്ചമുളകുമൊക്കെ നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടാനാണ് കുറച്ച് തേങ്ങ കൂടെ ചേർത്ത് നമ്മളിത് ആദ്യം അരയ്ക്കുന്നത്. ബാക്കിയുള്ള തേങ്ങ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇത് അരച്ച് എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള തേങ്ങ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ടോട്ടൽ 2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. ഒരു 30 സെക്കൻഡൊക്കെ ഒന്ന് കറക്കി എടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ തേങ്ങ ഫുള്ളായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. 2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ അവിയലിൻ്റെ പീസസൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകും അതുപോലെ മുരിങ്ങക്കായും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കവർ ചെയ്ത് നമുക്ക് കുറച്ച് നേരം കൂടെ ഇത് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ പച്ചക്കറിയിൽ നിന്നും ഇറങ്ങി വന്ന വെള്ളം കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 2 പ്രാവശ്യമാണ് തളിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഇതൊന്ന് കുക്കാകാനായിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് വെന്ത് വരട്ടെ. ഓക്കെ, ഇപ്പോൾ പീസസൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർക്കാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ പതിയെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി. ഓക്കെ, ഇനി ഇത് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് നമ്മുടെ തേങ്ങയിലൊക്കെ ഒന്ന് ആവി കയറാനായിട്ട് 2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. ഓക്കെ, ഇപ്പോൾ നന്നായിട്ട് തേങ്ങയിലൊക്കെ ആവി കയറി തേങ്ങയൊക്കെ ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവും. അത് മതിയാവും. നമ്മളിതിലേക്ക് പുളിക്ക് വേണ്ടി ചേർക്കുന്നത് തൈരാണ്. അപ്പോൾ കുറച്ച് പുളിയുള്ള തൈര് തന്നെയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഒരു 1/4 കപ്പ് തൈര് ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അവിയലിൻ്റെ സ്വാദ് എന്ന് പറയുന്നത്. വെളിച്ചെണ്ണയും ഇതുപോലെ കറിവേപ്പിലയും അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും ഇത് കുറച്ച് നേരം അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ എണ്ണയുടെ മണം രുചിയും ഒക്കെ അവിയലിൽ ഒന്ന് ഇറങ്ങി വരാനായിട്ട് കുറച്ച് നേരം നമുക്കത് അടച്ച് വയ്ക്കാം. അപ്പോൾ ഇനി അവിയൽ വിളമ്പുന്നതിന് മുൻപേ നമുക്ക് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ വെളിച്ചെണ്ണയുടെ സ്വാദ് എല്ലാ സ്ഥലത്തും ഒരുപോലെ വരും. ഓക്കെ, അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, കർക്കിടക വാവിനാണ് ഞാനിത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അവിയലും നമ്മുടെ പായസവും ഒക്കെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഊണ് വിളമ്പാനുള്ള ടൈമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാനൊന്ന് അവിയൽ ഇലയിൽ വെച്ച് കാണിക്കാം. അടപ്രഥമനാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ഓണത്തിന് ഇതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അവിയലിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ടിങ്കിൾസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഉടനെ തന്നെ മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.